നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മാഷേ മാഷേ മാഷേ, എനിക്ക് രാമനാഥനായിരുന്നു. ശബരി ഇന്നലെ രാത്രി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ദേക്ക് ഇവിടെ വന്ന് മഞ്ചാടിയെ കണ്ടേ പറ്റുമെന്നൊരു വാശി. ശബരിക്കാണെങ്കിൽ കമ്പനിയിൽ അത്യാവശ്യ ജോലിയും ഉണ്ട്. എന്നാ പിന്നെ ദേ ഞാനിവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. എനിക്ക് മാഷിന്ന് കാണുകയും ചെയ്യാലോ. സന്തോഷം. ആരുടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണമെന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നെഞ്ചു പൊട്ടി ഞാൻ വീണുപോകും. എന്താ മാഷെ, മക്കളെല്ലാവരും ഇവിടെയുള്ളപ്പോ മാഷ് എന്തിനാ മനസ്സ് തുറക്കാൻ വേറെ ആളെ അന്വേഷിക്കുന്നത്? അനന്തം മാഷിന്റെയും മക്കൾക്കും ഇടയിൽ ഒരു നൂലിടയുടെ മതിൽ പോലും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതെ, അങ്ങനെ ആയിരുന്നു. എനിക്കും എന്റെ മക്കൾക്കിടയിൽ ഒളിക്കാനും മറയ്ക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് മാഷേ? മഞ്ചാടി മോൾക്ക് ഒരബദ്ധം പറ്റി. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് അവര് പുറകോട്ട് പോകത്തില്ല. എന്ത് സാഹസം കാണിച്ചും അതിലെത്താൻ ശ്രമിക്കും. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാ, മഞ്ചാടിക്ക് ടൂറിന് പോകാനുള്ള ബസ് കിട്ടിയില്ല. അവളുടെ ഫ്രണ്ട് ഒരു പയ്യൻ ബസ്സിനടുത്തെത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോ അവൾ സമ്മതിച്ചു. അതിനിടയിൽ തലകറക്കം വന്ന് വിസ്മയിക്കേണ്ടി വരുമെന്നും അവിടെ ഗോകുല് വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ മഞ്ചാടിയോ കൂടെ വന്ന പയ്യനോ വിചാരിച്ചു കാണത്തില്ലല്ലോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ കുട്ടി ഒരു അപകടം കൂടാതെ ഇങ്ങെത്തിയില്ലേ മാഷേ? അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അല്ലാതെ മക്കളോട് പരിഭവിച്ചിരുന്നിട്ട് എന്താ മാഷേ കാര്യം? പരിഭവവും പിണക്കൊന്നല്ല രാമ. ഒരു പോറൽ പോലും ഏൽക്കരുന്ന് കരുതി വളർത്തിയ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു നോവുണ്ട്. മൂത്ത 4 പേരെയും ഭർത്താക്കന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ ആരുടെയും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരു ചോദ്യം വരില്ലെന്ന്. ഇന്നലെ വരെ എന്റെ ഇളയ മകളുടെ കാര്യത്തിൽ എനിക്ക് അതിനേക്കാൾ വിശ്വാസം ഉണ്ടായിരുന്നു. അവളായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. പഠിച്ച് വലിയ നിലയിലെത്തി ചേച്ചിമാരെക്കാളൊക്കെ കെട്ടുറപ്പുള്ളൊരു ജീവിതം മഞ്ചാടിക്കുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ രാമനാഥ, എനിക്ക് തെറ്റി. എന്റെ മകൾ എന്നോട് കള്ളം പറഞ്ഞ ആ പയ്യന്റെ കൂടെ യാത്ര ചെയ്തത്. ഞാൻ വിളിച്ചപ്പോ എന്റെ മകൾ എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലായിരുന്നു. സ്വന്തം അച്ഛനോട് സത്യസന്ധത കാണിക്കാത്ത ആ മകളെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? രാമനാഥൻ എന്താ പറഞ്ഞത്? നമ്മുടെ കുട്ടി ഒരു അപകടവും കൂടാതെ വന്നില്ലേ എന്നല്ലേ? ഇതിനേക്കാൾ വലിയ അപകടം ഇനി എന്ത് പറ്റാനാ? ടിവിയിലും പത്രത്തിലും ഒക്കെ വാർത്ത വന്നു. അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നവൻ ജയിലിലുമായി. ഇനി അവന് കോടതി നൽകുന്ന ശിക്ഷയുടെ വലിപ്പത്തിനൊത്ത് എന്റെ മകളുടെ പേരും ചീത്തയാവല്ലേ ഉള്ളൂ. നമ്മള് അത്രയൊക്കെ ആഴ്ന്നങ്ങോട്ട് ചിന്തിക്കണോ മാഷേ? ഇത് പണ്ടത്തെ കാലമല്ല. ഈ നമ്മുടെ കുട്ടികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ച് പിഴവുകളും സംഭവിക്കും. എന്ന് വെച്ച് സ്വന്തം മക്കളെ ആർക്കെങ്കിലും തള്ളി പറയാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളെ ശാസിക്കാനും ഉപദേശിക്കാനും പോലും പാടില്ല. അതവർക്ക് ഇഷ്ടപ്പെടില്ല. ഉത്തരം മുട്ടുമ്പോ ജീവൻ ഒടുക്കാനുള്ള മനസ്സ് എപ്പോഴത്തെ മക്കൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും മിണ്ടാത്തത്.
ഒന്ന് പൊട്ടിത്തെറിച്ചു പോയാലോ ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ തീർന്നില്ലേ എല്ലാം. രാമനാഥനായതുകൊണ്ട് മാത്ര ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. അതുകൊണ്ട് എന്റെ മനസ്സിന്റെ കുറച്ച് ഭാരമെങ്കിലും കുറഞ്ഞു. രാമനാഥന് ഇതൊക്കെ കേട്ടപ്പോ ഇയാൾ എന്തൊരു മാഷാണെന്ന് തോന്നിയിട്ടുണ്ടാവൂലേ. ഞാൻ എന്റെ മക്കളെ അങ്ങനെ വളർത്തിയത്. അവരുടെ ഒരു ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഞാൻ ഇതുവരെ എതിരെന്നിട്ടില്ല. ചില മോഹങ്ങളൊക്കെ മുളയിലെ നുള്ളിക്കളയാൻ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അവരുടെ കൂടെ നന്മ ഉദ്ദേശിച്ച, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. വഴി കാണിച്ചു തരാനല്ലേ ഏതൊരു അച്ഛനും പറ്റൂ. വിധി തീരുമാനിക്കുന്നത് ദൈവമല്ലേ. കുടുംബ ബന്ധത്തിൽ ജയപരാജയങ്ങളൊക്കെ ഉണ്ടായാലും എന്റെ മക്കളുടെ ജീവിതം സത്യസന്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. അവരുടെ സത്യസന്ധത എവിടെയെങ്കിലും പരാജയപ്പെട്ട പിന്നെ ഈ അച്ഛനില്ല. അനന്തം മാഷ് എന്ന് പറയുന്ന മനുഷ്യനും പിന്നില്ല. തീരും, അതോടെ എല്ലാം തീരും. മാഷെ, എല്ലാം എല്ലാം കുറച്ചു മതി. മഞ്ചാടി, ഒന്ന് കരയാതിരിക്കും മഞ്ചാടി. അച്ഛന് നിന്നെ മനസ്സിലാകും. നമ്മുടെ അച്ഛനെ നമുക്കറിയില്ലേ. മക്കൾക്ക് വേണ്ടി എന്ത് സഹിക്കുന്ന ആളല്ലേ നമ്മുടെ അച്ഛൻ. പ്രത്യേകിച്ച് നിന്നെ അച്ഛൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. പോരാത്തതിന് ശബരിയേട്ടന്റെ അച്ഛൻ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. കരയില്ലേ മഞ്ചാടി മോളെ. ദയ, ശബരിയുടെ അച്ഛൻ പോവാനിറങ്ങാം. നീ കൂടെ പോകുന്നുണ്ടോ? അറിയില്ല ചേച്ചി, ഞാനൊന്ന് അച്ഛനോട് ചോദിക്കട്ടെ. ശരി. മോളെ, മോളെ, അച്ഛനെപ്പോഴും എന്നോട് ദേഷ്യമാണ് ചേച്ചി.